ഹായ് ഗൈസ്. കുബേര ധനുഷിനെ നായകനാക്കി ശേഖർ ഖമ്മൂല തിരക്കഥ ഒരുക്കി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ് കുബേര. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് പടം. കാരണം ഈ സിനിമയുടെ കഥ തുടങ്ങുന്നത് തന്നെ ഒരു നല്ല ഒരു പ്ലോട്ടിൽ നിന്നാണ്. നമ്മൾ ഓർക്കും അടിപൊളിയാണെന്ന്. ആ പ്ലോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ഒരു ഫാക്ടറി, അതായത് അത് എന്താണെന്നുള്ളത് സിനിമ കണ്ടു തന്നെ അറിയാം. ആ ഫാക്ടറിയുടെ ആ ഒരു ഇത് പിടിച്ചടക്കാനായിട്ട് ഒരു കോർപ്പറേറ്റ് കമ്പനി ശ്രമിക്കുന്നു. അതിന് സഹായത്തിനായി ഒരു CBI ഉദ്യോഗസ്ഥനെ സമീപിക്കുന്നു. ആ CBI ഉദ്യോഗസ്ഥൻ നേർമയുള്ള, അതായത് നേരെ പോ പരിപാടി ചെയ്ത് ജീവിച്ചിരുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു ഉത്തരവാദിത്വം കൂടുതൽ കാരണം ജയിലിലാകുന്നു. ജയിലിലായ പുള്ളിക്കാരനെ ഈ കോർപ്പറേറ്റ് കമ്പനി പുറത്തെടുത്തതിന് ശേഷം അദ്ദേഹത്തിനെ കൊണ്ട് ഈ കമ്പനിയിലേക്ക് ഈ ഇന്ത്യൻ ഗവൺമെന്റ് കയ്യിരിക്കുന്ന ഈ കമ്പനി പിടിച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചോദിക്കുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു കൊടുക്കുന്ന കുറെ ഐഡിയാസ് വെച്ചിട്ട് എന്താ പറയുക, ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത ആൾക്കാരെ കൊണ്ടുവരാൻ പറയുന്നു, അതായത് ബിനാമിയായിട്ട്. അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഐഡന്റിറ്റി ഇല്ലാത്ത ഒരാളുടെ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് ധനുഷ്. പിച്ചക്കാരന്മാരെയാണ് സെലക്ട് ചെയ്യുന്നത്. അതൊക്കെ നല്ലൊരു രസമായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. ആ ഒരു സ്റ്റോറി ബിൽഡിങ്, ആ ഒരു ബിൽഡപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല അടിപൊളി. നമുക്ക് തോന്നും മോനെ ഒരു സംഭവം വരാൻ പോകുന്നു. ചേടാ ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞോണ്ടല്ലോ, പടം തുടങ്ങി ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പടം കിടുവായിരിക്കും മോനെ. ആ ഒരു ലെവലിൽ ബിൽഡ് ചെയ്ത് കാരണം ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്തേക്കുന്ന ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ഇതുപോലും എന്താ പറയണ്ടേ, അത് പക്കയായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് ഫസ്റ്റ് പടം തുടങ്ങി അത്രയും മിനിറ്റ് വരെ. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും എന്തോ ഒരു ഇഴച്ചിൽ പോലെ ഫീൽ ചെയ്യും. പിന്നെ ഇന്റർവെല്ലിലായപ്പോഴത്തേക്കും നമുക്ക് തോന്നി അടുത്ത പാർട്ട്, അതായത് ഇന്റർവെല്ലിന് ശേഷം പടം ഇവിടെ ഒന്നും നിൽക്കത്തില്ല. ഒരു വേറെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു സാധനത്തിലേക്ക് പോകുന്നതെന്ന് നമുക്ക് തോന്നി. പക്ഷെ എല്ലാം തകർത്ത് പൊളിച്ചു. കാരണം ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടൈം ഡ്യൂറേഷനാണ്. 3 മണിക്കൂർ. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് തീരാൻ 1.5 മണിക്കൂർ അങ്ങോട്ട് എടുത്തു. അത് വല്ലാത്തൊരു ഡ്യൂറേഷൻ ആയിരുന്നു ശരിക്കും. ആ ഫസ്റ്റ് ഹാഫ് നമുക്ക് കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫാണ് ശരിക്കും എനിക്ക് ബോറടിച്ചത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയത് ധനുഷ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ധനുഷ് അദ്ദേഹത്തിന്റെ ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടർ ഒരു കൈ വയ്യാത്ത ഒരാളായിട്ടാണ് അതൊക്കെ കാണിക്കുന്നുണ്ട്. ഇൻസിഡൻസ് എന്തൊക്കെയാണ് അങ്ങനെ. കാരണം പുള്ളിക്കാരുടെ ഒരു കൈ സ്വാധീനക്കുറവാണ്. ആ ഒരു കൈ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആ കൈ വെച്ച് പുള്ളി മാക്സിമത്തിന്റെ അങ്ങേയറ്റമായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാഗാർജുന ചൈതന്യ എന്ന് പറഞ്ഞ പുള്ളിയുടെ മോനാണല്ലോ. നാഗാർജുന CBI ഉദ്യോഗസ്ഥനായിട്ട് ഞാൻ പറഞ്ഞ ആ ക്യാരക്ടർ പുള്ളി അടിപൊളി ചെയ്തിട്ടുണ്ട്. രശ്മിക മന്ദാന നായികയായിട്ട് വരുന്നത്. പുള്ളിക്കാരുടെ റോള് മോശമാക്കിയിട്ടില്ല, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി എല്ലാ സിനിമയിലും ഓവർ അഭിനയമായിരുന്നു. ഇപ്പം അഭിനയിച്ച് എല്ലാ പടത്തിലും ഉണ്ടല്ലോ. പുള്ളിക്കാരി തെളിഞ്ഞ് വരുന്നുണ്ട്, അതിൻ്റെ അറിയാനുണ്ട്. അതുപോലെ തന്നെ പ്ലസ് പോയിന്റ് പറയാനുണ്ട്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയായി. കാരണം സോങ്സ് ഒന്നും എനിക്ക് എത്ര അങ്ങോട്ട് സൂചിച്ചില്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ടുണ്ടായിരുന്നു. ആ ഫസ്റ്റ് ഹാഫ് ഒക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും അതിൻ്റെ കളർ ഗ്രേഡിംഗ് ആണെങ്കിലും അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റ് വർക്ക് ചെയ്തേക്കുന്നത്, ഇത് ധനുഷ് പിച്ചക്കാരനായിട്ടാണെങ്കിലും ചില സീനുകളിലൊക്കെ ഉണ്ട്. അതൊക്കെ സെറ്റ് വർക്ക് ചെയ്തേക്കുന്നത് കറക്റ്റ് ബോംബെയിൽ അതുപോലെ തന്നെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ കുറെ പ്ലസ് പോയിന്റുകൾ ഉണ്ടെങ്കിൽ പോലും ഈ പടത്തിന്റെ തിരക്കഥ സെക്കൻഡ് ഹാഫിൽ എന്ത് സംഭവിച്ചു എന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇവരൊരു കൊമേഴ്ഷ്യൽ എലമെന്റ് കയറ്റിക്കൊണ്ട് അങ്ങനെ തട്ടിക്കൂട്ട് കൊമേഴ്ഷ്യൽ ആയാലും മതിയായിരുന്നു. പക്ഷേ ഇവര് ഈ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിപ്പോയി, അതുകൊണ്ട് പറയാനും പറ്റത്തില്ല. ശരിക്കും പറഞ്ഞത് പ്രഡിക്റ്റബിൾ ആണ് സ്റ്റോറി. നമ്മൾ കണ്ട് നടന്ന സീനുകളൊക്കെ തന്നെയാണ്. അതിങ്ങനെ അവിടെ തന്നെ കിടന്നങ്ങ് കറങ്ങുക, ഇത് ലൂപ്പിൽ പെട്ട അവസ്ഥ പോലെ ആയിപ്പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാഗ് അടിച്ചാൽ വെറുത്ത് പണ്ടാറണങ്ങി. എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു 3 മണിക്കൂർ വേസ്റ്റ് ചെയ്യാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയി കാണാം. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഹാഫ് ബോറടിക്കത്തില്ല. പകുതി വരെ കണ്ടാലും കുഴപ്പമില്ല, പകുതിക്ക് ഇറങ്ങി വരിക. സെക്കൻഡ് ഹാഫിൻ്റെ സ്റ്റോറി പകുതിയായിട്ട് കണക്ട് ചെയ്തിട്ടൊന്നും എല്ലാം ഇതുപോലൊക്കെ തന്നെ. അപ്പം ക്ലൈമാക്സിൽ ഒരു ടിസ്റ്റൊക്കെ ഇടാനൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷേ ഒത്തില്ല. ഓക്കെ, അപ്പം റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാൻ രക്ഷപ്പെടട്ടെ. ഓക്കെ, താങ്ക് യു.